ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم ما ضل عن سبيله وهو أعلم بالمهتدين. 5 അതിൽ പറയുന്ന അള്ളാഹ് I have been given 5 things which were not given to anyone else before me. എനിക്ക് മുന്നേ ആർക്കും കൊടുക്കാത്ത കുറച്ച് സാധനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. മുഹമ്മദ് നബി പറയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അള്ളാഹ് മേഡ് മീ വിക്ടോറിയസ് ബൈ ഓ. ഭയം ഇട്ട് കൊടുത്തുകൊണ്ട്, ആളുകളുടെ മനസ്സിൽ ഭയം ഇട്ട് കൊടുത്തുകൊണ്ട് എനിക്ക് വിജയം കൈവരിക്കാനുള്ള എല്ലാ അവസരവും പടച്ചവൻ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെ പേരിൽ ഭയം ഉണ്ടാകുന്നുണ്ട്, ഇസ്ലാമിനോട് നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ വയലൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഴപ്പമല്ല, അത് അള്ളാഹു ഇട്ട് കൊടുക്കുന്നതാണ്, ഇട്ട് തരുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1 month ജേർണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു അളവ് വരെ പറഞ്ഞിട്ടുണ്ട്. 1 മാസം ദൂരമുള്ള ആളുകളിൽ വരെ ഭയമിട്ട് കൊടുക്കും, അവർക്കും പേടിയായിരിക്കും. പക്ഷെ ഇന്നിപ്പോ നാട്ടുകാർക്ക് മുഴുവൻ പേടിയാണ്. ഞാൻ ഇനി ഓരോരോ ലൈൻ ഞാൻ പറയാം, അത് വെച്ച് നിങ്ങൾ സംസാരിച്ച ഒരു 1 ലൈൻ പറഞ്ഞ് തീർത്തേക്കാം. ഈ ഭയമാണ് ഞാൻ പറഞ്ഞത്, ബൈസന്റൈൻ കണ്ട ആ യുദ്ധ സമയത്തുള്ള ഭയമാണ് പറഞ്ഞത്, അല്ലാതെ ജനങ്ങളല്ല. മദീനയെ ആക്രമിക്കണമെങ്കിൽ ഭയക്കണം. അത്രയും വലിയ റോമോ സാമ്രാജ്യത്തിന്റെ ഭയന്നവർ ഓടിപ്പോയി. അപ്പൊ ആ ഒരു ഭയം അള്ളാഹു അവരുടെ മനസ്സിൽ ഇട്ട് കൊടുത്തിരുന്നു. കറക്റ്റ് തന്നെയാണ്. അത് ഏതൊരു രാഷ്ട്രത്തലവന് വേണ്ടതാണ്. ഇപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രത്തലവനെ കണ്ടാൽ ബാക്കി പാകിസ്ഥാനോ ചൈനയോ വാലാട്ടാൻ ഭയപ്പെടും എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ അത്? ആ ഭയമാണ് പറഞ്ഞത് രാഷ്ട്രം എന്നല്ല. എനിക്ക് അത് ബൈസന്റൈൻ നമ്മൾ പറഞ്ഞു 929 റോമക്കാര് അത്രയും ശക്തമായ ആർമി ഉണ്ടായിട്ട് പോലും അവർ നിന്നില്ല. അത് അള്ളാഹു കൊടുത്ത ഒരു ഇതാണ്. ആ ഭയമാണ് പറഞ്ഞത്, അല്ലാതെ സ്വന്തം വേറെ ആരെങ്കിലും കുറിച്ചുള്ള ഭയമല്ല. അത്രേ ഉള്ളൂ അതിനകത്ത് പറയാം. അതെ, അത് അത്രേ ഉള്ളൂ. അതിന്റെ ഒരു വിഷയം അത്രേ ഉള്ളൂ. അത് പ്രവാചകൻ മുഹമ്മദ് ആ ഒരു ഖിലാഫത്ത്, ആ ഒരു ഭരണകാലത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള ആളുകള് എന്ത് ചെയ്യും, ഇസ്ലാമിനെ ഒന്ന് ഇതാക്കാൻ ഭയക്കും. അതിന് തെളിവാണ് ഈ പറഞ്ഞ തബൂക്ക് യുദ്ധം എന്നുള്ളത്. റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് ഇയാൾക്ക് തന്നെ അറിയാം എന്ത് ഭയങ്കര സംഭവം എന്നുള്ളത്. പക്ഷെ അവര് തന്നെ പിന്തിരിഞ്ഞു എന്നുള്ളതാണ്. ആ യുദ്ധത്തിൽ നിന്ന് ആ ഒരു പേടി അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. കാരണം അവിടെ എന്താവും, യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഷ്വാലിറ്റീസ് ആണ് ഉണ്ടാവുക. അതേ സ്ഥാനത്ത് ഈ യുദ്ധം നടക്കാതെ ഇത് പിരിയല്ലേ ഉണ്ടായത്. ശരിക്കും നല്ല ആണെന്നല്ലേ ശരിക്കും പറയണ്ടേ. ഇപ്പൊ വിരുദ്ധമായിട്ടാ സംസാരിക്കുന്നത്. വേറെ ആണെങ്കിൽ അല്ല ഇപ്പൊ അല്ല, പുള്ളിക്കാരന് വിവരമില്ല എന്നുള്ള കാര്യത്തിന്റെ ഉള്ളിതേമാരെ പുള്ളി കുറെ തെളിവുകൾ തന്നേക്കത്താണ്. പക്ഷെ ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് അഗൈൻ ഇപ്പൊ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ നടക്കുന്ന സംഭവമാണ് ഇപ്പൊ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ അഗൈൻ അമേരിക്കയാണ് ആകെ 2 ന്യൂക്ലിയർ വെപ്പൺസ് ആകെ പൊട്ടിച്ചേക്കുന്നത് അമേരിക്ക മാത്രമാണ്. പക്ഷെ ഈ കണ്ണി കണ്ട എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും, ഇന്ത്യ ഉൾപ്പെടെ ഉള്ള എല്ലാ രാജ്യങ്ങളുടെയും കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇവരിങ്ങനെ ആരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയാണ് അവർക്ക്. മ്യൂച്വലി അഷ്യൂർഡ് ഡിസ്ട്രക്ഷൻ. ഇപ്പൊ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു വെപ്പൺ കയ്യിലിരിക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു തോന്നലുണ്ടാ, നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞിട്ട് അവനെങ്ങാനും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാണോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ട്. ഇവൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവന്റെ കയ്യിലുണ്ട് സാധനം തിരിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ സപ്പോർട്ടിലുള്ള ഒരുത്തിന്റെ കയ്യിൽ വേറൊരുത്തിന്റെ കയ്യിലുണ്ട് സാധനം. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇത് ബാധകമാണ് എന്നുള്ള ഒരു പേടി ഉള്ളത് കാരണം കൊണ്ടാണ് ഇപ്പോഴത്തെ ലോകം തന്നെ നിലനിന്ന് നശിക്കാതെ പോണത്. അപ്പൊ കുറച്ചൊക്കെ ഭയം വേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. നശിക്കാതിരിക്കുക എന്നുള്ളത് സ്വയം നിലനിൽപ്പിന്റെ കാര്യത്തിന്റെ ഉള്ളിൽ എപ്പോഴും എല്ലാവർക്കും ഭയം ഉണ്ടാവും. അതിപ്പോ ആരിഫ് ഹുസൈനും ഉണ്ടാവും. അപ്പൊ ഭയം ഉള്ളത് എപ്പോഴാണ് മോശമാവുന്നത്, എപ്പോഴാണ് നന്മയാവുന്നത് എന്നുള്ള ഒരു കാര്യം പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത പോയത് ആരിഫിന്റെ കുഴപ്പമാണ്, അല്ലാണ്ട് ഇസ്ലാമിന്റെ കുഴപ്പമില്ല. എന്തെങ്കിലും ഇല്ല. സമാധാനത്തിന്റെ ലെവൽസ് നമ്മൾ ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ ലെവൽ, ഫാമിലി ലെവൽ, സൊസൈറ്റി ലെവൽ, ഗ്ലോബൽ ലെവൽ, ഈ 4 ലെവൽസിലും ഇസ്ലാം എങ്ങനെയാണ് സമാധാനത്തിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇൻഡിവിജ്വൽ ലെവൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വയലൻസ്, കൊവേർഷൻ, ഓപ്പറേഷൻ നിങ്ങൾ പരിശോധിക്കുക. ഒന്നാമത്തെ വയലൻസ്, കൊച്ചുകുട്ടികളെ ഈ സർക്കംസിഷന് വിധേയമാക്കുന്ന ആ ഒരു സംഗതി. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും ചെയ്യാൻ പാടാത്ത കാര്യമാണ്. പക്ഷേ വയലൻസ്, കുട്ടികൾക്ക് നേരെ അവരുടെ ബാലാവകാശത്തിന് മേലെ കൈവെക്കുന്നു. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് വലിയ പ്രശ്നം. ആൺകുട്ടികളുടെ സർക്കംസിഷൻ വലിയ പ്രശ്നം. സ്ലേവറി ഇന്നും ഇസ്ലാമിൽ ഹലാലാണ്. നിങ്ങൾക്ക് അത് നടത്താനുള്ള എല്ലാ അവകാശം വെച്ച് തരുന്നു. ഒരു ഇൻഡിവിജ്വൽ റൈറ്റിന്റെ മേലെയുള്ള ഒരു വയലൻസ് ആണ്.
സ്ലേവറി നമ്മൾ വിശദമായ ഒരു ഡിബേറ്റ് തന്നെ നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആ ഡിബേറ്റ് തന്നെ കണ്ടാൽ അത് കൃത്യമായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ അതിൽ വെച്ച ഒരു 6ഓളം ചോദ്യങ്ങൾ തന്നെ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നീട് കൃത്യമായിട്ട് ഒരു 7 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ 6 ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിരുന്നു. ഇതുവരെ മറുപടി ഈ പറഞ്ഞ ഒരു നാസ്തികനും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ കാര്യങ്ങൾ. ഇവര് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തന്നെ കുടുങ്ങും എന്നുള്ളതാണ്. ഇസ്ലാമിലെ സ്ലേവറി എന്നുള്ളതിന്റെ വിശദമായ ചർച്ച തന്നെ നമ്മൾ അതിന്റെ അവലോകനത്തിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് കൂടുതൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം അടിമത്തല്ലല്ലോ വിഷയം. പിന്നെ ഈ സുന്നത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അജ്മല് എന്തെങ്കിലും പറയുമ്പോ സുന്നത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാലോ, കറക്റ്റ് ആരിഫ് കേസ് കൊടുത്ത് അവസാനം കോടതി തന്നെ ആട്ടിവിട്ട ആളാണ്. അപ്പം അത് ഇവിടെയും പറഞ്ഞു എന്നുള്ളത് മാത്രമേ തോന്നുള്ളൂ. അപ്പം സുന്നത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മള് സർക്കംസിഷൻ എന്ന് പറയും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു മോശപ്പെട്ട കാര്യമാണ് എന്ന് പറയുമ്പോൾ നമുക്കതിന്റെ സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യം ചെയ്യുന്നത് മോശമാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇഞ്ചെക്ഷൻസ്, അതായത് നമ്മുടെ പല ഇഞ്ചെക്ഷൻസും കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാക്സിനേഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ അതെല്ലാം ഹാം ചെയ്യുന്നതാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനർത്ഥം അത് മോശമാണ്, അത് ഒപ്രഷനാണ്, അല്ലെങ്കിൽ അത് വയലൻസ് ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ബുദ്ധിയുള്ള കാര്യം അത് അംഗീകരിക്കില്ല. അതുപോലെ തന്നെയാണ് ഇതും എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ ഒരു 7-8 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സർക്കംസിഷൻ നടത്തി കഴിഞ്ഞാൽ ആ കുട്ടി ഇത് വലുതായിട്ട് അറിയില്ല പോലും ഇല്ല. കാരണം ആ ഒരു ടൈം പീരീഡിലുള്ള ആ ഒരു ഇതിലങ്ങ് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു കാര്യത്തെ യഥാർത്ഥത്തിൽ എന്തോ ഒരു മോശപ്പെടുത്തി സംസാരിക്കുക, അതിന് യഥാർത്ഥം എന്താണെങ്കിലും തെളിവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരിഫ് ഒരു കേസ് പണ്ട് കൊടുത്ത് ആട്ടിവിട്ട ഒരു കേസല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഈ സർക്കംസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ സയൻസ് തന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പല കുട്ടികളിൽ തന്നെ പല പ്രശ്നങ്ങളുള്ള സമയത്ത് അവർക്ക് സർക്കംസിഷൻസ് ഡോക്ടർമാരെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, അല്ലാത്ത ആൾക്കാരും അത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അല്ല, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേലകർമ്മല്ലെന്നുണ്ടെങ്കിൽ സർക്കംസിഷന്റെ കുറിച്ച് ഇത് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ തലക്ക് മാത്രം വെച്ചേക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇയാളിപ്പോ ഈ ഇടയ്ക്ക് ഇസ്രായേലിൽ കൊടിയും പിടിച്ചിട്ട് ഇസ്രായേലിലേക്ക് പോയത് ജൂതന്മാരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സർക്കംസിഷൻ എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചില്ല, നിങ്ങൾ എന്തത് പേഴ്സണൽ ആയിട്ടുള്ള വയലൻസ് അല്ലേ, ഇതെന്താ ചെയ്യാണ്ടിരിക്കണേ എന്നുള്ള രീതിയിലൊന്നും ഇതിനായിട്ട് ചോദിച്ചിട്ടില്ല. ഇതിനായിട്ട് ഒരൊറ്റ വീഡിയോയിലും ചൂണ്ടിക്കാണിച്ചില്ല ജൂതന്മാരെല്ലാം സർക്കംസിഷൻ ചെയ്യുന്ന കാര്യമൊന്നും. അപ്പൊ അയാൾക്ക് സർക്കംസിഷൻ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആരാണ് ചെയ്യണത്? അയാൾക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഇതേമാരെ വിമർശനം ചെയ്തല്ലെന്നുണ്ടെങ്കിൽ ഇതേമാരെ കുറെ നുണകളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ മാത്രം അയാൾക്ക് വിഷമമുള്ളൂ. ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കാശുണ്ടാക്കുന്ന ഒരു അവസരം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള ഒരു ഇതാണ്. അല്ലാണ്ട് ജൂതന്മാര് ചെയ്യണതാണോ അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണായിട്ട് എനിക്കും ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് നന്മ ഉണ്ടാക്കണതാണോ തിന്മ ഉണ്ടാക്കണതാണോ എന്നുള്ളത് അയാൾക്ക് പ്രശ്നമല്ല. അങ്ങനെ എന്തെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇസ്രായേലിൽ പോയിരുന്ന് അയാൾ ജൂതന്മാരുടെ ഇന്ന് കോപ്പടിച്ചാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് സർക്കംസിഷൻ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സുന്നത്തിയല് ജൂതന്മാരുടെ ഇത് കോപ്പടിച്ച കാര്യം എന്നുള്ള കാര്യം എന്താ ചൂണ്ടിക്കാണിക്കാണ്ടിരുന്നത്? എന്നിട്ട് അവരെ വിമർശിക്കാണ്ടിരുന്നത് എന്താ? അപ്പൊ അയാളുടെ ഇരട്ടത്താപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാത്ത കാര്യമുള്ളത്. അപ്പൊ ഇസ്ലാമിനെ കുറ്റം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജൂതായുസത്തിലുണ്ട്, ഇസ്രായേലികൾ ചെയ്യേണ്ടെന്നുള്ളതൊന്നും അയാൾക്കതൊരു വിഷയമല്ല. കാരണം എന്താ, അവിടുന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും, നമ്മുടെ ഇത് കിട്ടൂല. അതാണ്. ഓക്കെ, ഇത് എല്ലാം ക്ലിയർ ആയി. അപ്പം എല്ലാം കവറായി, സർക്കംസിഷനിൽ ക്ലിയർ ആയി കറക്റ്റ് ആയിട്ട്. ഇവൻ എന്തിനാ ഈ ബാഗ് കേസ് കൊടുത്തിട്ട് തൊലി വാങ്ങിച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അത് അവിടെ ഉള്ളത് കൊണ്ടാണ് എക്സ്ട്രാ മൂത്രമൊക്കെ അവിടെ നിന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ ഒക്കെ ആവുന്നത്. അതൊരു മെഡിക്കൽ രീതിയായിട്ട് എല്ലാവരും ചെയ്യുന്നു. ചില ഗവൺമെന്റ് തന്നെ എല്ലാവരും ചെയ്യാന്ന് പറയും. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്, അവർ തന്നെ എല്ലാവരും ചെയ്യണം. അതിനെ പിടിച്ചിട്ടില്ല. അല്ല, ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എയ്ഡ്സ് പ്രിവെൻഷന് വേണ്ടി പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് സർക്കംസിഷൻ ആണ്. ആഫ്രിക്കയിൽ വളരെ വ്യാപകമായിട്ട് സർക്കംസിഷൻ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കണം. കാരണം അത് എയ്ഡ്സിന്റെ സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യുന്ന പറഞ്ഞ് WHO പേജിൽ ചെന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഡാറ്റ കാണാൻ പറ്റും.
60 to 75% പ്രിവെൻഷൻ റേറ്റ് ഉണ്ട് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ സർക്കംസിഷൻ ചെയ്ത ആൾക്കാർക്ക്. പിന്നെ ഈ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഫ്രിക്കയിലും ബാക്കിയുള്ള കൺട്രി, ആഫ്രിക്കയിലാണ് കൂടുതലും ആ ഒരു ഇത് വന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ പകുതി ഇസ്ലാമിക് അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യവും ബാക്കിയൊക്കെ മുസ്ലിം ഭൂരിപക്ഷം ഇല്ലാത്ത രാജ്യങ്ങളാണ്. അപ്പൊ എയ്ഡ്സ് ഏറ്റവും കുറവുള്ളത് എവിടെയെന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷം രാജ്യങ്ങളിലാണ് ഏറ്റവും കുറവ് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്ഡ്സ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതിന്റെ ഉള്ളിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഈ പറഞ്ഞ കണ്ണി കണ്ടവരെ തോന്നിയ പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല എന്നുള്ളതും, പിന്നെ രണ്ടാമത് അവർ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, സർക്കംസിഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയ്ഡ്സിന്റെ പ്രിവെൻഷൻ വരെ സഹായിക്കുന്നു പറഞ്ഞിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെ വ്യാപകമായിട്ട് വളരെ വ്യക്തമായിട്ട് ഇത് അവര് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ പ്രിവെൻഷനും ഈ കോണ്ടം യൂസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിലൊന്നും അതൊക്കെ പെർമനന്റ് അല്ല. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ തവണയും റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. നേരെ മറിച്ച് സർക്കംസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ തവണ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 60 to 75% പ്രിവെൻഷൻ റേറ്റ് ആണ് എയ്ഡ്സിന്. ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒന്നും ഇയാൾക്ക് അറിയാൻ പാടില്ല. എന്നാലും ഈ പറഞ്ഞോണം കുറെ പേരുണ്ട്. ഇപ്പൊ ഈ ഡോക്ടർ വിശ്വനാഥൻ CV എന്ന് പറഞ്ഞ ടീമൊക്കെ ഇതിനെതിരെ പറയുമ്പോ WHO അല്ലേ അതൊക്കെ വെറുതെ അങ്ങനെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ഡോക്ടറാണത്, മെഡിക്കൽ ഡോക്ടറാണ്. അയാളാണ് ഈ പറയണത്. വളരെ വ്യക്തമായിട്ടുള്ള മെഡിക്കൽ എവിഡൻസ് ഉണ്ടായിട്ട് പോലും അതൊരു റിലീജിയന്റെ പേരിൽ വന്നേക്കണ കാരണം അതിനോട് നമുക്ക് എതിർത്തേ തീരുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു മുൻകൂർ വൈരാഗ്യം വെച്ചിട്ട് പറയണ ഒരു മുൻകൂർ ധാരണ, വൈരാഗ്യം ഉണ്ടെന്നുള്ള മുൻകൂർ ധാരണ വെച്ചിട്ട് ഒരു എന്താ മതത്തിൽ പറയുന്ന ആരോട് അത് തെറ്റായിരിക്കും എന്നുള്ള രീതിയിലുള്ള മുൻകൂർ ധാരണ വെച്ചിട്ട് പറയുന്നതൊക്കെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പോലും ഉള്ള കാര്യങ്ങൾ അവർ തള്ളിക്കളയുന്നത് ഈ ഒരു മുൻകൂർ ധാരണ വെച്ചിട്ടല്ല. അതിന് വൈരാഗ്യം ഉണ്ട്. ആരിഫ് ഹുസൈനൊക്കെ വൈരാഗ്യത്തിന്റെ ആശാനാണ്, അത് കാരണം അതൊക്കെ ഉണ്ടാവും. അത് ജസ്റ്റ് സൂചിപ്പിച്ചു നോക്കും. അപ്പം ഇതിനകത്ത് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ അതില്ല, ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അത് എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നാൽ അപ്പൊ നമുക്ക് സംസാരിക്കാം. സ്ലേവറി 11 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞാൽ ആൾക്കാരെ നമ്മളെ ഓടിക്കും. അതുകൊണ്ട് സ്ലേവറെ കുറിച്ച് മിണ്ടുന്നില്ല.